ഹലോ എവ്രിവൺ, ഞാൻ നിങ്ങളുടെ സ്വന്തം സ്വാതി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഹാംലെറ്റ് ഇഷ്ടമല്ലേ? ഹാംലെറ്റ് എന്ന് പറയുന്ന വർക്ക് നിങ്ങളെല്ലാവരും വായിച്ചിട്ടില്ലേ? അതിൽ ഹാംലെറ്റ് എന്തുകൊണ്ടാണ് അങ്കിളിനെ കൊല്ലുന്ന ആ ഒരു പ്രോസസ്സിങ് നീട്ടി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്? അതുപോലെ മണിച്ചിത്രത്താഴിലെ ഗംഗ, അവൾക്ക് എങ്ങനെയാണ് ഈ രണ്ട് പേഴ്സണാലിറ്റി വരുന്നത്, പേഴ്സണാലിറ്റി ഇങ്ങനെ മാറിപ്പോകുന്നത്? നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾക്കറിയോ അതെന്താണെന്ന്? അതിനുള്ള ഒരൊറ്റ റീസൺ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു തിയറിയാണ്. അതിൻ്റെ പേരാണ് സൈക്കോ അനാലിസിസ്. ഇത് സിഗ്മണ്ട് ഫ്രോയിഡ് എന്ന് പറയുന്ന ലിറ്റററി ക്രിട്ടിക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു തിയറിയാണ് സൈക്കോ അനാലിസിസ്. അപ്പോൾ ഇതിൽ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സൈക്കോ അനാലിസിസിൻ്റെ ഡെഫിനിഷൻ, ഇതിൽ പറ്റുന്ന ഇംഗ്ലീഷ് വർക്ക്സ്, മലയാളം വർക്ക്സ്, ഫിലിംസ്, അതേപോലെ വൈവയ്ക്ക് വരുന്ന ക്വസ്റ്റ്യൻസ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് തൊട്ട് എൻഡ് വരെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആവുകയും അതുപോലെ തന്നെ നിങ്ങൾക്ക് വൈവയ്ക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാനും കഴിയാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്താണ് സൈക്കോ അനാലിസിസ് എന്നുള്ളത് നോക്കാം. സൈക്കോ അനാലിസിസ് എന്ന് പറയുന്ന ഈ ഒരു തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. അപ്പോൾ അത് വന്നിട്ടുള്ളത് അൺകോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്ന ആ ഒരു മെയിൻ പാർട്ടിലാണ് സിഗ്മണ്ട് ഫ്രോയിഡ് ഈ ഒരു തിയറി കൊണ്ടുവന്നിട്ടുള്ളത്. റെപ്രസ്ഡ് ഇമോഷൻസ്, ഡിസയേഴ്സ്, ചൈൽഡ്ഹുഡ് ട്രോമാസ്, ഡ്രീംസ് എല്ലാം ബിഹേവിയർ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ലിറ്ററേച്ചറിൽ ഒരു ക്യാരക്ടറിൻ്റെ ലോജിക്കലായിട്ടുള്ള അല്ലെങ്കിൽ ക്യാരക്ടറിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് പഠിക്കുന്നതാണ് സൈക്കോ അനാലിസിസ്. അതായത് ഓരോരുത്തർക്കും ഓരോ സ്വഭാവവും ഓരോ മൈൻഡിൽ വരുന്ന ഓരോ ഇഷ്ടങ്ങൾ, അനിഷ്ടങ്ങൾ അല്ലെങ്കിൽ അവരുടെ പേഴ്സണാലിറ്റിയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതും എക്സ്പ്ലോർ ചെയ്യുന്നതും ഈ ഒരു സൈക്കോ അനാലിസിസ് തിയറി ഉപയോഗിച്ചാണ്. അപ്പം നമ്മളിപ്പോൾ ഒരു വർക്ക് വായിക്കുന്ന സമയത്ത് ആ ഒരു ക്യാരക്ടറിൻ്റെ മെൻ്റലായിട്ടുള്ള അല്ലെങ്കിൽ മൈൻഡിലുണ്ടാവുന്ന കുറേ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്നത് ഈ ഒരു തിയറി വെച്ചിട്ടാണ്. അങ്ങനെയാണ് നമ്മൾ ലിറ്ററേച്ചറിൽ സൈക്കോ അനാലിസിസ് എന്ന് പറയുന്ന ഈ ഒരു തിയറി അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു തിയറി ബേസ് ചെയ്തിട്ടുള്ള വർക്ക്സ് ഏതൊക്കെയാണ് എന്നുള്ളത് നോക്കാം. ഫസ്റ്റ്, വൺ ഓഫ് ദി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇംഗ്ലീഷിലെ എല്ലാവർക്കും അറിയുന്ന ഒരു വർക്കാണ് ഹാംലെറ്റ്, റിട്ടൺ ബൈ ഷേക്സ്പിയർ. അതിൽ ഇൻഡിസിഷൻ ആണ്, അതായത് ഹാംലെറ്റ് ഇങ്ങനെ ഡിസിഷൻ എടുക്കുന്നത് നീട്ടി കൊണ്ടുപോകുന്നത്. അവിടെ നമുക്ക് ഈഡിപ്പസ് കോംപ്ലക്സും കാണാൻ പറ്റും. ഇതൊക്കെ എന്തിൻ്റെ സൈക്കോ അനാലിസിസിൻ്റെ ഫീച്ചറായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഡ്രാമ വർക്ക്, ഹേർട്ട് ഓഫ് ഡാർക്ക്നെസ്, റിട്ടൺ ബൈ കോൺറാഡ്. അതിൽ വരുന്നത് അൺകോൺഷ്യസ് ഫിയേഴ്സ്, കൊളോണിയൽ ഗിൽട്ട്, അതൊക്കെയാണ് അതിൽ വരുന്നത്. ഇതിലും നമുക്ക് എന്താണ് ആ ഒരു പേഴ്സണിൻ്റെ പേഴ്സണാലിറ്റി എങ്ങനെയാണ് എന്നുള്ളത് ഈ ഒരു തിയറി വെച്ചിട്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്ത് പറയാവുന്നതാണ്. നെക്സ്റ്റ് വർക്ക്, ടേൺ ഓഫ് ദി സ്ക്രൂ, റിട്ടൺ ബൈ ഹെൻറി ജെയിംസ്, റെപ്രഷൻ പ്ലസ് ആംബിക്വിറ്റി. അതായത് ഇത് രണ്ടും കൂടി ചേർന്നിട്ടാണ് ആ ഒരു വർക്കിൽ പറയുന്നത്. ഇതിലും നമുക്ക് സൈക്കോ അനാലിസിസ് അപ്ലൈ ചെയ്യാം. മലയാളം വർക്ക്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടാം ഊഴം, റിട്ടൺ ബൈ MT. ഭീമ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഉണ്ട്, അവരുടെ ജലസിയും അതേപോലെ സപ്രസ്ഡ് പെയിനൊക്കെയാണ് അതിൽ ഡീൽ ചെയ്യുന്നത്. അതേപോലെ ബാല്യകാലസഖി, ബഷീറിൻ്റെ അൺഫുൾഫിൽഡ് ലോങ്ങിങ് ആണ്. പിന്നെ നമുക്ക് പോംസ് ഒക്കെ എടുക്കാൻ പറ്റും കേട്ടോ. അതേപോലെ ഇനി ഫിലിംസ് നോക്കുന്ന സമയത്ത് ബ്ലാക്ക് സ്വാൻ, അതിൽ പറയുന്ന റെപ്രഷനും ഒബ്സഷനും ആണ്. അത് നമുക്ക് ഈ ഒരു സൈക്കോ അനാലിസിസ് വെച്ച് നമുക്ക് പ്രൂവ് ചെയ്യാം. ഇൻസെപ്ഷൻ ഡ്രീം അനാലിസിസ് ആണ്. അതിലും നമുക്ക് ഡ്രീം എന്ന് പറയുമ്പോൾ ഒരു സൈക്കോ അനാലിസിസ് വെച്ച് തന്നെ നമുക്കത് ഡീൽ ചെയ്യാം. പിന്നെ ഫൈറ്റ് ക്ലബ്ബ്, അതിൽ സ്പ്ലിറ്റ് ഐഡൻറ്റിറ്റി നമ്മൾ പറയുമ്പോൾ അതൊരു സൈക്കോ അനാലിസിസ് ബേസ് ചെയ്തിട്ടുള്ള ഒന്നാണ്. അപ്പോൾ അതും നമുക്ക് ഈ ഒരു തിയറി ബേസ് ചെയ്ത് പ്രൊജക്റ്റ് ചെയ്യാവുന്നതാണ്. മലയാളം ഫിലിംസ് പറയുമ്പോൾ മണിച്ചിത്രത്താഴ് ഒരു വൺ ഓഫ് ദി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫിലിമാണ്. സൈക്കോ അനാലിസിസ് വെച്ച് നോക്കുമ്പോൾ റെപ്രഷൻ ആൻഡ് സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി, ഡ്യുവൽ പേഴ്സണാലിറ്റി ഒക്കെ കേട്ടിട്ടില്ലേ, അത്. പിന്നെ കിരീടം, സപ്രസ്ഡ് ഇമോഷൻസ്, ഡിസ്ട്രോയിങ് ലൈഫ്. പിന്നെ തൂവാനത്തുമ്പികൾ, ഹിഡൻ ഡിസയേഴ്സ്, ലോങ്ങിങ്. ഇത്രയും ഫിലിംസാണ് ഈ ഒരു സൈക്കോ അനാലിസിസ് ബേസ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇതിലൊക്കെ എന്ത് നോക്കണം എന്ന് വെച്ചാൽ ആ ഒരു സൈക്കോ അനാലിസിസ് തിയറി ബേസ് ചെയ്ത് എത്രയൊക്കെ സിറ്റുവേഷൻസ് ഉണ്ട് അതൊക്കെ മാർക്ക് ചെയ്യുക. അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ബാക്കിയുള്ള പ്രൊജക്റ്റ് കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇനി വൈവയ്ക്ക് എങ്ങനെയാണ് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരിക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് നമുക്ക് നന്നായിട്ട് ഈ ഒരു തിയറി അറിയണം, സൈക്കോ അനാലിസിസ്
തിയറി അറിയണം. അതേപോലെ തന്നെ ആരാണ് ഈ സൈക്കോ അനാലിസിസ് എന്ന് പറയുന്ന തിയറി കൊണ്ടുവന്നിട്ടുള്ളതെന്ന് അറിയണം. അതുപോലെ നമ്മൾ എടുത്തിട്ടുള്ള വർക്ക് ഇതിലേതാണ് അല്ലെങ്കിൽ വർക്ക് ഏതാണെന്നുള്ളത് അറിയണം. അതുപോലെ ആ ഒരു വർക്കിൽ ഈ ഒരു തിയറി എങ്ങനെയാണ് അപ്ലിക്കബിൾ ആവുന്നത്, ആ ഒരു സിറ്റുവേഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് അറിയണം. അതുപോലെ ഫൈൻഡിങ്സ് എന്താണ്, ഇതിൻ്റെ റെലവൻസ് ഇപ്പോൾ എന്താണ്, ഇത്രയും കാര്യങ്ങളാണ് ഒരു പ്രൊജക്റ്റ് നോക്കുമ്പോൾ നിങ്ങൾ ഏതൊരു തിയറി ആണെന്നുണ്ടെങ്കിലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്ക് വൈവയ്ക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാനും നല്ല സ്കോർ ഗെയിൻ ചെയ്യാനും പറ്റുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ ഈ വർക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ള ഏതെങ്കിലും വർക്ക്സിൻ്റെ സമ്മറിയോ കാര്യങ്ങളോ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഇതിൽ ഏതെങ്കിലും വർക്ക്സോ ഫിലിമോ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റായിട്ട് പറയണം. ഇതുപോലുള്ള ഒരുപാട് വീഡിയോസും ടോപ്പിക്സും നമ്മൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പ്ലേലിസ്റ്റിൽ ഒരുപാട് ക്വയറീസ്, അതായത് സിനോപ്സിസ് എങ്ങനെ തയ്യാറാക്കേണ്ടത്, വൈവയ്ക്ക് എങ്ങനെയാണ് പോവേണ്ടത്, എങ്ങനെയാണ് ഒരു പ്രൊജക്റ്റ് ചെയ്യേണ്ടത്, അങ്ങനെ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കുറേ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ പോയി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുവിധം എല്ലാം ക്ലിയർ ആയി കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു സൈക്കോ അനാലിസിസ് തിയറി വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ആൻഡ് സ്പെഷ്യൽ ആൻഡ് ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കാണ്. നമുക്ക് ഒരിക്കലും മടുക്കാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു തിയറിയാണ് സൈക്കോ അനാലിസിസ്. അപ്പോൾ ഓക്കെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് പറയുക. അടുത്ത തിയറി ഏത് വേണം എന്നുള്ളത് കമൻ്റായിട്ട് പറയണം. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി ഇൻഫോർമേറ്റീവായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.